ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സൈറ ബാനു, എ റഹ്മാൻ ഇവർ രണ്ടുപേരുടെയും വേർപിരിയലിനെ സംബന്ധിച്ചാണ്. ഈ വേർപിരിയൽ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ഇതാ ഇവർ ഇരുവരും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മാഷാ അല്ലാ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ സൈറ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ സിംഹാസനം കുലുങ്ങുന്ന ഒരു സാഹചര്യമാണ് വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ ഒരുമിക്കുന്നു അല്ലെങ്കിൽ ഒന്നിക്കുന്നു എന്നത് കേൾക്കാൻ അനേകായിരങ്ങൾ കാത്തിരിക്കുകയാണ്. കേവലം ചില ആളുകൾ ഒഴിച്ചും ഭൂരിപക്ഷം ആളുകളും അവർ ഒന്നിക്കുന്നതിന് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു അവരെ ഒന്നിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് അനേകം ഖണ്ഡങ്ങളിൽ നിന്ന് ഉയരുന്നതും. എന്തുകൊണ്ടെന്നാൽ നല്ല കാലത്തൊക്കെ ജീവിതം സ്വാഭാവികമായിട്ടും ജീവിച്ചു തീർന്നുവോ അതല്ലെങ്കിൽ ജീവിക്കാതിരുന്നുവോ എന്തു തന്നെ ആയാലും നല്ല കാലങ്ങളിൽ ഒന്നും തന്നെ വേർപിരിയാതെ ഇപ്പോൾ ആവാത്ത കാലത്ത് അഥവാ കാലത്തിൻ്റെ സായാഹ്നത്തിൽ അവർ വേർപിരിയുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആദ്യകാലത്തായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇരുവർക്കും മറ്റൊരു വിവാഹത്തിന് പ്രയാസമുണ്ടാവുകയില്ല. എന്നാൽ ഇന്ന് അവർ ഇരുവരെ സംബന്ധിച്ചും വിവാഹത്തിന് പ്രയാസമുണ്ടാവുകയില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിൻ്റെ അനാഥത്വത്തെ, കുടുംബത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ ഒക്കെ ഇല്ലാതാക്കുന്ന, മാത്രമല്ല ഈ സമുദായം ഏറെ പഴികേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമാ നടന്മാരായാലും പാട്ടുകാരായാലും ഒക്കെ അവരുടെ ഒക്കെ വിവാഹം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പരിഷ്കൃത ലോകത്തിൻ്റേതുപോലെ എപ്പോഴും വിവാഹമോചനം അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരൊന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ അങ്ങേയറ്റം ഹർഷപുളകിതനാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോംബെ ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സൈറയുടെ അടുക്കൽ കണ്ണിൽ എണ്ണയൊഴിച്ച് പരിചരിക്കാനായി കാത്തിരിക്കുകയാണ്, അഥവാ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭർത്താവായ എ റഹ്മാൻ. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും ഇപ്പോൾ വളരെയേറെ അടുത്തിരിക്കുന്നു എന്നും ഇനി ഒരിക്കലും തന്നിൽ നിന്ന് അങ്ങനെ ഒരു സംഭവിച്ചത് അഥവാ ഞങ്ങൾ വേർപെടുന്നു എന്ന വാക്ക് പോലും ഉച്ചരിച്ചത് വലിയ മോശമായി, ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ദൈവത്തിൻ്റെ സിംഹാസനത്തെ കുലുക്കത്തക്ക രീതിയിലുള്ള ആ വാക്കുകൾ പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഇരുവരും കുറ്റബോധത്തോടെ ആലോചിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒട്ടനേകം പ്രോഗ്രാമുകൾക്കിടയിലും തൻ്റെ ഭാര്യ സൈറയെ പരിചരിക്കുന്നതിന് സമയം കണ്ടെത്തി യഥാർത്ഥത്തിൽ മദ്രാസിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ് എ റഹ്മാൻ. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് തൻ്റെ ഭാര്യയെ പരിചരിക്കുകയും ആ ഭാര്യയോടൊപ്പം ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത്. ആലോചിച്ച് നോക്കൂ. അതാണ് ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആലോചിക്കാതെയുള്ള പെട്ടെന്നുള്ള ഒരു വാക്കുകൊണ്ട് സംഭവിക്കാവുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും വലുതാണ്. പ്രവാചക കാലഘട്ടത്തിലെ ചരിത്രം നമുക്ക് അതിന് സാക്ഷിയാണ്. പരിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ ഉപദേശ നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ സൂറത്ത് മുജാദിൽ അഥവാ 58-ാം അധ്യായത്തിൽ അള്ളാഹു മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം പ്രവാചക കാലഘട്ടത്തിൽ വയോധികനായിട്ടുള്ള ഔസ് ഇബ്നു സാമിത്ത് എന്നു പേരായ പുരുഷനിൽ നിന്നുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഭാര്യയോടുണ്ടായ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നീ എനിക്ക് ഉമ്മയെപ്പോലെയാണ്, അഥവാ നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ ഓടിയെത്തുകയാണ് യഥാർത്ഥത്തിൽ ഔസ് ഇബ്നു സാമിത്തിൻ്റെ ഭാര്യ കൗലത്ത് ബിന്ത് ജഹനബ് എന്ന് പറയുന്ന സ്ത്രീ. എന്തുകൊണ്ട്? ദേഷ്യമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ വയോധികനായ ഔസ് ഇബ്നു സാമിത്ത് തൻ്റെ ഭാര്യയെ മണിയറയിലേക്ക് ക്ഷണിച്ചു. ദൈവഭക്തിയുള്ള സ്ത്രീയായിരുന്നു കൗലത്ത് ബിന്ത് ജഹനബ്. അതുകൊണ്ട് തന്നെ കൗലത്തിൻ്റെ വാക്ക് ഔസ് ഇബ്നു സാമിത്തിനോട് ഇങ്ങനെയായിരുന്നു: ഇനി ഒരിക്കലും തോന്നുമ്പോൾ എന്തെങ്കിലും പറയുകയും പിന്നീട് നിങ്ങൾ മണിയറയിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഈ നിയമം, ഈ വ്യവസ്ഥിതി തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അള്ളാഹുവിനോട് സമർപ്പിക്കേണ്ടതുണ്ട്.
എനിക്ക് പ്രവാചകനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ദൈവിക കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന മാനവലോകത്തിന് ദൃഷ്ടാന്തമായി അന്ത്യവേദത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ ചരിത്രം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഖദ് സമീഅല്ലാഹു ഖൗലല്ലത്തി, അല്ലാഹു കേട്ടിരിക്കുന്നു എന്ന്. കൗലയുടെ വാക്കുകൾ, ദൈവഭയമുള്ള കൗലയുടെ വാക്കുകൾ 7 ആകാശത്തിനപ്പുറത്ത് തൻ്റെ ഭർത്താവായ ഔസ് ഇബ്നു സാമിത്ത് തൻ്റെ റബ്ബിൻ്റെ സിംഹാസനത്തെ ഇളക്കിയിരിക്കുന്ന ഈ വാക്ക് 7 ആകാശത്തിനപ്പുറത്തുമുള്ള റബ്ബ് കേട്ടിട്ടുണ്ട്. രണ്ടും കേട്ടിട്ടുണ്ട്. ഔസ് ഇബ്നു സാമിത്തിൻ്റെ വാക്ക് കേട്ടു, അതോടൊപ്പം തന്നെ അതിൽ മനം നൊന്തുകൊണ്ട് വന്നിട്ടുള്ള ഖൗലത്ത് ബിൻത് സഹലബയുടെ വാക്ക് കേട്ടു. പ്രവാചകന്റെ അടുക്കൽ ആ സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഭർത്താവ് വയോധികനായിട്ടുള്ള ആളാണ്, പ്രായമായിട്ടുണ്ട്, ഞങ്ങൾക്ക് 60-70 അടുക്കുന്ന പ്രായമാണ്. ഈ പ്രായത്തിലാണ് എൻ്റെ ഭർത്താവ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖൗല, ഇതിനെക്കുറിച്ച് അള്ളാഹു എന്തു പറയുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹത്തിൽ, അഥവാ ആദർശം ലഭിച്ചിട്ടില്ലാത്ത സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ, അഥവാ ഈ ജാഹിലിയ ഖുറൈശികൾക്കിടയിൽ ഇത് വിവാഹമോചനത്തിൻ്റെ പദമായിരുന്നു. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എന്തു പറയുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ഇത് നിഹാർ എന്നാണ് ഈ പദത്തിന് പറയുക. അത് വിവാഹമോചനം മതിയാകുന്ന കാരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ആദർശം വരുന്നതിന് മുമ്പ്. ഇപ്പോൾ അള്ളാഹു ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് മിഹ്റാബിൽ ഇരിക്കെ വളരെ സങ്കടത്തോടുകൂടെ വീണ്ടും വീണ്ടും ആ ഖൗലത്ത് ബിൻത് സഹലബ റസൂലുള്ളാഹിയോട് ചോദിച്ചു കൊണ്ടിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ കാര്യത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എന്തു തീരുമാനമായി? ആലോചിച്ച് നോക്കണം. ഉടനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹയിലൂടെ വരപ്പെട്ട വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പ്രവാചകരെ, നിങ്ങൾ പറയൂ ആ സ്ത്രീയോട്, എന്ത് പറയൂ? ഇത് ഒരു പ്രായശ്ചിത്തത്തിൻ്റെ മാർഗം സ്വീകരിക്കണം. ജാഹിലിയ കാലത്ത് ഇത് വിവാഹമോചനത്തിൻ്റെ പദമാണ്. പക്ഷേ ഇപ്പോൾ അള്ളാഹു ഇതിന് ഇളവ് നൽകിയിരിക്കുന്നു. എന്താണ് ഇളവ് എന്ന ചോദ്യത്തിന് ഫക്കു റക്കബത്തിന് ഒരു അടിമയെ മോചിപ്പിക്കുക. നോക്കണം, നിങ്ങൾ 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 60 ദിവസത്തെ നോമ്പെടുക്കുക. നോക്കണം, ഇതിൽ നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ബുദ്ധിമതിയായ ആ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൈവദൂതരെ, എൻ്റെ ഭർത്താവായ ഔസ് ഇബ്നു സാമിത്ത് പ്രായാധിക്യവും രോഗിയുമാണ്. അദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വേറെ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അടിമയെ മോചിപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങൾക്ക് അതിന് കഴിവില്ല. എന്നാൽ നിങ്ങൾ 60 അഗതികൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. നോക്കണം, 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനും ഞങ്ങൾക്ക് ഗതിയില്ലല്ലോ എന്ന് പറഞ്ഞ ഔസ് ഇബ്നു സാമിത്തിനോട് റസൂലുള്ളാഹി ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ അനുയായി വൃന്ദങ്ങളോട് പറഞ്ഞു, ഇവരെ സഹായിക്കൂ നിങ്ങൾ. അങ്ങനെ ആളുകളെല്ലാവരും ഔസിനെ സഹായിച്ചു, ഖൗലത്ത് ബിൻത് സഹലബയെ സഹായിച്ചു. ആ കിട്ടിയ എല്ലാ സഹായധനവും കൂടെ എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയ ധനമായാലും ധാന്യമായാലും അത് 60 അഗതികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ കിട്ടി. അതെല്ലാം പാവങ്ങൾക്ക് കൊടുത്ത് ആ പ്രവർത്തനത്തിന് ഒരു അറുതി വരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇത് കിയാമം വരെയുള്ള മനുഷ്യർക്ക് ഒരു ദിവ്യ സന്ദേശമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നുള്ള തീരുമാനം, അത് സൈറയുടെ പറ്റത്ത് നിന്നായാലും റഹ്മാൻ്റെ പറ്റത്ത് നിന്നായാലും, തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി സന്തോഷകരമായ ഒരു ജീവിതം ഭാവിയിൽ നൽകി. അഥവാ ഞാൻ ഉദ്ദേശിച്ച ഭാവി എന്ന് പറഞ്ഞത് സായാഹ്നത്തിലേക്ക് കടന്നു പോകുന്ന അവർക്ക് അവരുടെ മക്കളുടെ ബാപ്പ റഹ്മാൻ തന്നെയാണ്, റഹ്മാൻ്റെ മക്കളുടെ ഉമ്മ സൈറ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് പുതിയതായ യൂറോപ്യൻ കൾച്ചർ കടന്നു വന്നാൽ ഒരിക്കലും അത് ശരിയാവുകയില്ല. അള്ളാഹു ഇവർ രണ്ടുപേരെയും യോജിപ്പിക്കാൻ ഈ ഒരു ഇടപെടൽ, ഈ സാഹചര്യങ്ങൾ അവർക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ അതൊരു സാഹചര്യമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അള്ളാഹു അവർക്ക് ഇതൊരു ഇടപെടാൻ തക്ക സമയമാവുകയും യോജിപ്പിൻ്റെ മേഖല തുറക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദ അവാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.